ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ഉള്ളി വഴറ്റിയിട്ടൊന്നുമില്ല. ഉള്ളി ഒന്നും വഴറ്റാതെ നമുക്കതെല്ലാം അരിഞ്ഞെടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്നത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചായയുടെ കടി ആയാലും ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ആയാലും സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഈ ചിക്കൻ റോസ്റ്റ് അടിപൊളിയാണ്, ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിതാ 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സവാള ഒന്ന് തിരുമ്മിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ തിരുമ്മിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ 5 പച്ചമുളകും അതുപോലെ 2-3 തണ്ട് കറിവേപ്പില. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും തമ്മിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്, ചതച്ചതല്ല, പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണല്ല കേട്ടോ. ഇത് ഗ്യാസ് ഓണാക്കരുത്. ഓണാക്കുന്നതിൻ്റെ മുന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ്, സൺഫ്ലവർ ഓയിൽ, അതെന്താണോ നിങ്ങൾക്ക് ചേർക്കാറുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒട്ടും കൂടി പോകരുത്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കളറും എല്ലാം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1.5 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പും അതുപോലെ തന്നെ കുഞ്ഞു 2 പീസ് കറുവപ്പട്ടയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ടെങ്കിലും ഇത് നിർബന്ധമായിട്ടും തന്നെ ചേർക്കണം കേട്ടോ. ഒരു 2-3 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു കഷ്ണം കറുവപ്പട്ടയും അത് നിർബന്ധമായിട്ടും ചേർക്കുക. അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കരുത്, ഓൺ ആക്കാണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഒരു കുറഞ്ഞ അളവിലാണ് ഓയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മളിതൊന്ന് ലൂസായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മിക്സിങ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഓയിൽ ഇത്തിരി ഒന്ന് കുറച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. ഇനി ഫ്ലെയിമും ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊടികൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഓയിൽ ഉണ്ടെങ്കിൽ ഇതൊരു ലൂസ് പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം. അതിനനുസരിച്ചിട്ട് നമ്മളത് ലോ ഫ്ലെയിമിലും ഒക്കെ ആക്കിയിട്ട് മൂപ്പിച്ചെടുക്കണേ. അതിനുശേഷം നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാല നമുക്ക് ആദ്യം ഈ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കരുത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവോള ഒന്ന് തിരുമ്മിയിട്ട് ഒന്ന് ഇതുപോലെ തിരുമ്മി കൊടുക്കുക കേട്ടോ. ഞാൻ 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിലേക്ക്. അപ്പോൾ അത് നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് സവോളയൊക്കെ കൂട്ടിയാൽ മതി. തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സവോളയും അതുപോലെ തന്നെ ചിക്കനും കൂടിയിട്ട് ഒരു ഇതിലെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ അത് സാവധാനം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കരുത്. അപ്പോൾ നല്ലവണ്ണം അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് കൂട്ടി വെക്കുന്ന സമയത്ത് ഫ്ലെയിം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കുക. ഫസ്റ്റ് ടൈം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പം ഞാനത് ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരേ ടൈം അങ്ങനെ മൂടി വെച്ച് കൊടുക്കരുത്. ഇത്തിരി ഒന്ന് കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുറക്കുക, അതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, വീണ്ടും മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു സവോളയിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ വെള്ളത്തിൻ്റെ ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും തുറന്ന് നോക്കുക. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ തുറന്നിട്ടുണ്ട്. ഇത്തിരി മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഗ്യാസ് തീ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കണേ. വീണ്ടും ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ ചിക്കനിൽ കണ്ടിൽ കുറച്ചൊക്കെ ഒരു ഗ്രേവി പോലെ വന്നിട്ടുണ്ട് കണ്ടോ. ആ ചിക്കനിലത്തെയും അതുപോലെ തന്നെ സവോളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും കണ്ടോ. കുറച്ചൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചിക്കൻ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നത് ഇത്തിരി ഒന്ന് കണ്ടോ ഒരു ലൂസായിട്ടുള്ള ഒരു റോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയില ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഓയിലൊക്കെ കുറച്ചാണ് യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി കൂടി ഒഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിവിടെ മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളമ്പി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഉള്ളി വഴറ്റി ഒന്നും മെനക്കെടാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റൊക്കെ ആയിട്ട് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഈ ഒരു ചിക്കൻ്റെ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിയുടെ കൂടെ ഒരു പാലപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവരും ചോറും അതുപോലെ തന്നെ തേങ്ങയും അരിയും ഒന്നും ചേർക്കാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഇടാം മേലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ അതും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എളുപ്പ പണിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് രാവിലെ സ്കൂൾക്കൊക്കെ മക്കൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും. ആ ഒരു ടൈമിൽ ചിക്കനാണ് വെക്കുന്നത് വെച്ചെങ്കിൽ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.